ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. കേരളം നാളെ ബൂത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വയനാട് പിണങ്ങോട് തെക്കുംതറയിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. 167 കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയത്. BJP പ്രാദേശിക നേതാവ് VK ശശിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. കിറ്റുകൾ സേവാഭാരതിയുടേതാണെന്നാണ് BJP പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡാണല്ലോ ഈ കിറ്റുകൾ BJPയുടെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഉണ്ടായോ? ഈ കിറ്റുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യാനാണ് എന്ന് സംശയിക്കുന്നുണ്ടോ? ഗോപി, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതേയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് കിറ്റുകൾ ഇവിടെ എത്തിച്ചതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുള്ളത്. എന്തായാലും കിറ്റുകൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പരിശോധന നടത്തിയത്. VK ശശി ഇവിടുത്തെ BJPയുടെയും RSSന്റെയും എല്ലാം തന്നെ പ്രാദേശിക നേതാവാണെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെയാണ് പരിശോധന നടത്തി 167 കിറ്റുകൾ, 450 രൂപ വില വരുന്ന കിറ്റുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കിറ്റ് വിവാദം വലിയ രീതിയിൽ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല സൂപ്പർ മാർക്കറ്റിലും കിറ്റുകൾ തയ്യാറാക്കിയത് BJPക്ക് വേണ്ടിയാണെന്ന് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ TCD MLAയും മാണി രാജയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. DYFയുടെ പ്രാദേശിക നേതാവ്, ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയുക? തീർച്ചയായും ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഈ രീതി അവലംബിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. ഇവിടെ ശശി എന്ന് പറയുന്ന BJPയുടെ പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ കിറ്റുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നും ആ സ്റ്റോക്ക് ചെയ്ത കിറ്റുകൾ ഇന്ന് രാത്രി തന്നെ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞതുകൊണ്ടാണ് പ്രദേശവാസികൾ എന്നുള്ള നിലക്ക് ഇവിടെ കേന്ദ്രീകരിച്ചത്. എന്തായാലും സ്വാഭാവികമായും ഇതിൽ BJPയുടെ ഒരു വിശദീകരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. BJPയുടെ വേണുഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. BJPയുടെ മണ്ഡലം ട്രഷറാണ് പടിഞ്ഞിത്തറ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കിറ്റ് സേവാഭാരതി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക്. അവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് അവർ തന്നെ നിർദ്ദേശം തന്നു, പിന്നെ ഈ സമയത്ത് കൊടുക്കരുത്, ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതുവരെ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സേവാഭാരതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അയാൾ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. അത് ബില്ല് എല്ലാ സാധനവും സേവാഭാരതിൻ്റെ ഓഫീസിലുണ്ട്. അവരിപ്പോൾ അവിടെ എത്തിക്കുന്നതായിരിക്കും. ഇന്നലെ രാത്രി മുതൽ ഇവിടെ കിറ്റുമായിട്ട് ബന്ധപ്പെട്ടും വിതരണം ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. അത് വേറെ കാര്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അല്ല BJP കൊണ്ടുവന്നതല്ല. സേവാഭാരതി എന്ന് പറഞ്ഞാൽ അവർ സാധാരണ കൊടുക്കുന്നതാണ്, എല്ലാ വർഷവും കൊടുക്കും. എന്തായാലും ഇതാണ് BJPയുടെ ഭാഗത്തുള്ള വിശദീകരണം. കിറ്റുകൾ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇന്നലെ രാത്രി മുതൽ ഈ വിവാദം വലിയ അളവിൽ ചർച്ചയാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വീട്ടിൽ കിറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുകയും അത് കിറ്റുകൾ ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയിട്ടുണ്ട്. ഈ കിറ്റുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ളതല്ല എന്ന വിശദീകരണമാണ് BJP നൽകുന്നത്. പക്ഷേ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ് മറ്റു രണ്ട് മുന്നണികളുടെയും ആക്ഷേപം. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാറിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 1 കോടി രൂപ നൽകി പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. TG നന്ദകുമാറിനെതിരെ DGPക്ക് പരാതി നൽകി. സ്ത്രീത്വത്തെ അപമാനിച്ച നന്ദകുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാർ കരുതുന്നത് പോലെ 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാനിവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന നിയമമനുസരിച്ച്, വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും
കേരളത്തിൻ്റെ DGPക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൻ്റെ DGP തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് കെ സുധാകരൻ പറഞ്ഞ CPIM നേതാവ് EP ജയരാജൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് ശോഭാ സുരേന്ദ്രൻ. EPയെ BJPയിൽ എത്തിക്കാനുള്ള ചർച്ചകൾക്ക് ഡൽഹിയിലേക്ക് പോകാൻ TG നന്ദകുമാർ തനിക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകിയിട്ടുണ്ട്. EPയുടെ മകൻ വാട്സാപ്പിൽ സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ ഫോണിലുണ്ട്. EPയുടെ മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. എൻ്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന TG രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമെന്ന സൂചന നൽകി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് ഇനി എല്ലാവരും ഇവിടെ വരുമെന്നും ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും ഒത്തുചേരൽ എന്നുമായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം. കനൌജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരുന്നു ഈ പ്രതികരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ മത്സര സാധ്യതയെ സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗോപികൃഷ്ണൻ, രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതിനിടെയാണ് രാഹുൽ അമേഠിയിൽ ഇത്തവണ മത്സരിക്കാൻ എത്തും എന്ന സൂചന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് നൽകിയിരിക്കുന്നത്. രാഹുൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് ഇനി എല്ലാവരും ഇവിടെ വരും എന്നാണ്. ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും ഒത്തുചേരൽ എന്നും അഖിലേഷ് പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉത്തർപ്രദേശ് കോൺഗ്രസ് നേതൃത്വവും നൽകിയിരുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം നാളെ മുതലാണ് അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ആരംഭിക്കുന്നത്. ഈ മെയ് 3 വരെയാണ് ആ സമയപരിധി ഉള്ളത്. അതിനിടെ രാഹുൽ അമേഠിയിൽ എത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് അഖിലേഷ് യാദവിന്റെയും പ്രതികരണം. ഈ മെയ് 1 രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളാണ് നിലവിലുള്ളത്. ഒപ്പം പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന സൂചനകളും നിലവിലുണ്ട്. ഇരുവരും 2-3 തീയതികളിലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ബീഹാറിലെ പറ്റ്നയിൽ വൻ തീപിടുത്തം, 6 പേർ മരിച്ചു. പറ്റ്ന റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. 20 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ബൽറാം നെടുങ്ങാടി തന്നെയാണ് നമ്മളോടൊപ്പം തുടരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറ്റ്നയിലെ തീപിടുത്തത്തെക്കുറിച്ച് വരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആളപായം എത്രത്തോളം ഉണ്ട്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, വലിയ തീപിടുത്തം തന്നെയാണ് പട്ന റെയിൽവേ സ്റ്റേഷന് സമീപം തിരക്കേറിയ സ്ഥലത്ത് ഉണ്ടായത്. ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. 6 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് ഫയർഫോഴ്സും പോലീസും അറിയിക്കുന്നത്. 20ഓളം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തം എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് തീ പടർന്നത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക് വീണ്ടും. ഇന്ത്യ മുന്നണിയുടെ പേര് ഉൾപ്പെടുത്തിയുള്ള പത്രപരസ്യത്തിൽ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. കേരള കോൺഗ്രസും CPIM-ഉം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കോൺഗ്രസ് നേതാവായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് രാഷ്ട്രീയം മാത്രമാണെന്നും തോമസ് ചാഴികാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് CM-ന്റെ ചെയർമാൻ ജോസ് കെ മാണി ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ചുമതലക്കാരനാണ്, കൺവീനറാണ്. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ വിളിക്കുമ്പോൾ
എന്നും എന്നെ വിളിക്കും, എപ്പോഴും എന്നെ വിളിക്കും. ബഹുമാനായ രാഹുൽ ഗാന്ധി അധ്യക്ഷത വഹിച്ചാലും ബഹുമാനായ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷത വഹിച്ചാലും ഞാൻ അതിൽ ഭാഗമാണ്. ഞങ്ങൾ LDFിലാണ്. LDFിലെ ഘടകകക്ഷികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കോട്ടയത്തെ ജനങ്ങളെ പത്രപരസ്യം നൽകി തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ട എന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു. LDF ആണെന്ന് തുറന്നു പറയാൻ കേരള കോൺഗ്രസ് എമ്മുകാർ തയ്യാറാകണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. കോട്ടയത്തെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് അറിയാമല്ലോ, ഇപ്പോൾ ആദ്യം 100% സാക്ഷരത കൈവരിച്ച ഒരു ജില്ലയാണ്. പിന്നെ ഈ 2 മാസത്തെ പ്രചരണം കൊണ്ട് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ട്. ആരാണ് LDF, ആരാണ് UDF, എന്താണ് ഇന്ത്യ മുന്നണി, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, കേരളത്തിലെ അതിൻ്റെ ഒരു പ്രതിരൂപം എന്ന് പറയുന്നത് ഏത് മുന്നണിയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പല്ലേ ഓരോരോ പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതിനപ്പുറം ഞാനതേക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഇന്ത്യ മുന്നണിക്കായി 2 പേർ മത്സരിക്കുന്നത് ഗതികേടാണെന്ന് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു മത്സരം ഉണ്ടായിട്ടോ നിങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഒരു നാണം കെട്ട മത്സരമല്ലേ. ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് അവർക്ക് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. അത് വളരെ ഗതികേടെന്നേ എനിക്ക് പറയാനുള്ളൂ. കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, നേരത്തെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ കുറിച്ചുണ്ടായിരുന്ന ഒരു പരാതി, അല്ലെങ്കിൽ UDFിനുണ്ടായ ഒരു പ്രധാന പരാതി LDF ആണ് എന്ന് മിക്ക ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലും ഇല്ല. അങ്ങനെ വോട്ടർമാരിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണോ ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന ഒരു ടാഗ് ലൈൻ വരുന്നതിനെ UDF കാണുന്നത്? എങ്ങനെയാണ് ഈ പുതിയ വിവാദം, എങ്ങനെയാണ് വിവിധ മുന്നണികൾ, മറ്റു മുന്നണികൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ഗോപി, തീർച്ചയായിട്ടും നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും LDF സ്ഥാനാർത്ഥി എന്ന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം UDF മുന്നോട്ട് വെച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധി വരുന്നത് തനിക്കും ഗുണം ചെയ്യുമെന്ന് തോമസ് ചാഴികാടൻ പറയുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വേദിയിൽ UDF സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ചില്ല. ഇതും തനിക്ക് അനുകൂലമാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് രാഹുൽ ഗാന്ധി കടക്കാതിരുന്നത് എന്ന് LDF പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിന്റെ സമയത്ത് ആ ദിവസം തന്നെ പത്രങ്ങളിൽ ഒരു പരസ്യം നൽകുന്നത്. ആ പത്രപരസ്യത്തിലാണ് LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് കൊടുത്തിരിക്കുന്നത്. ദീപിക അടക്കമുള്ള പത്രത്തിലാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലക്ഷ്യമിടുന്നത് UDF വോട്ടർമാരെയാണ് എന്നുള്ളൊരു ആരോപണമാണ് UDF സ്ഥാനാർത്ഥി അടക്കം ഉന്നയിക്കുന്നത്. എന്നാൽ അതിൽ ആശങ്കയൊന്നുമില്ല. കാരണം 2 മാസമായി പ്രചരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ആരാണ് UDF, ആരാണ് LDF എന്നുള്ള കാര്യത്തിൽ വ്യക്തത ആളുകൾക്ക്, വോട്ടർമാർക്ക് വന്നിട്ടുണ്ട് എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. എന്തായാലും ചാഴികാടൻ പറയുന്നത്, LDF പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇടതുമുന്നണിയിലുള്ള, കേരളത്തിലെ ഇടതുമുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും CPM ഉം CPI ഉം കേരള കോൺഗ്രസും എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ജോസ് കെ മാണി അടക്കം ഇതിന്റെ പ്രധാന പ്രചരണ ചുമതലയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ്. എന്തായാലും NDA സ്ഥാനാർത്ഥിയാണ് ഈ 2 കൂട്ടർക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഗതികേടിലേക്ക് ഇന്ത്യ മുന്നണി പോയിരിക്കുന്നു. 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒരു ഗതികേടാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയും ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും അവസാന ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ ദയാവധത്തിന് അപേക്ഷ നൽകിയ ജോഷിയുടെ പണം ഈ മാസം 30-ന് മുൻപ് തന്നെ നൽകുമെന്ന് അധികൃതർ. 90 ലക്ഷം രൂപയിൽ 28 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി പണം ആവശ്യപ്പെട്ട് ജോഷി വീണ്ടും സമരത്തിനൊരുങ്ങിയതോടെയാണ് ബാങ്കിന്റെ അനുനയ നീക്കം. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അശ്വിൻ, ജോഷിക്ക് നേരത്തെ ഉണ്ടായ ഒരു ധാരണ പ്രകാരം 28 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അതാണ് ജോഷിയുടേതായിട്ട് ആ ബാങ്കിലുണ്ടായിരുന്ന നിക്ഷേപം. ബാക്കിയുള്ളത് കുടുംബാംഗങ്ങളുടെയാണ്. അങ്ങനെയാണ് 90 ലക്ഷം രൂപ. ബാക്കി തുക എപ്പോൾ നൽകും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയായോ? ജോഷി ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധത്തിനൊരുങ്ങുകയായിരുന്നു.
തീർച്ചയായും ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 4 മാസം മുമ്പ് മന്ത്രി വി എൻ വാസവൻ നൽകിയൊരു ഉറപ്പുണ്ടായിരുന്നു ഏപ്രിൽ 30-ന് മുമ്പ് ഈ പണം നൽകാമെന്നുള്ളത്. അത് 30-ാം തീയതി ആകുന്നു. അത് ഇതുവരെയും ആ പണം പൂർണ്ണമായും തിരികെ കിട്ടാത്തതിനെ തുടർന്നാണ് ഇന്ന് കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലെത്തി ജോഷി ഒരു സമരത്തിന് മുതിർന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പണത്തിന് വേണ്ടി ബാങ്ക് കയറി ഇറങ്ങുകയാണ്. ഇതുവരെയും ധാരണയാകാത്തതിനെ തുടർന്നാണ് ഇന്ന് മാപ്രാണം ശാഖയ്ക്കുള്ളിൽ കയറി ഇവിടെ വസ്ത്രം ഉരിഞ്ഞ് പ്രതിഷേധിക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കിയത്. അതിനെ തുടർന്നാണ് ബാങ്കിന്റെ ഉന്നത അധികൃതരെയൊക്കെ വിളിച്ച് ഒരു ചർച്ച 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയത്. ഈ 1 മണിക്കൂർ ചർച്ചയിലാണ് 30-ാം തീയതിക്കുള്ളിൽ ജോഷിക്ക് കിട്ടാനുള്ള പണം പൂർണ്ണമായും തിരികെ നൽകാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 90 ലക്ഷം രൂപയാണ് ജോഷിയുടേതും ജോഷിയുടെ കുടുംബക്കാരുടേതുമായി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. ആദ്യഘട്ടത്തിലെ സമരത്തിന്റെ ഭാഗമായി 28 ലക്ഷം രൂപയും അതിന്റെ പലിശയും അടക്കം നൽകിയിരുന്നു. പിന്നീടുള്ള തുകയാണ് ഈ 30-ാം തീയതിക്കുള്ളിൽ നൽകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നത്. അത് ലംഘിക്കപ്പെട്ടതോടെയാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത്. എന്തായാലും ഈ അന്തിമ ചർച്ചയിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ പണം പൂർണ്ണമായും മടക്കി നൽകാമെന്നുള്ള ധാരണയുടെ പുറത്ത് ജോഷി താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. 30-നുള്ളിൽ പണം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് ജോഷി. ഗോപികൃഷ്ണൻ. വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് മേപ്പയൂരിൽ നവീകരണ പ്രവർത്തനത്തിനിടെ കടയ്ക്ക് തീപിടിച്ചു. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. തീ അണച്ചു. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഈ അപകടം പൂർണ്ണമായും ഒഴിവായോ? എന്താണ് സംഭവിച്ചത്? ഗോപി, മേപ്പയൂർ ടൗണിൽ കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന മൺകൂട് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചിട്ടുള്ളത്. തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. ഇതിനിടയിലാണ് കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. വേഗത്തിൽ തന്നെ തീ ആളിപ്പടർന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പേരാമ്പ്രയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ വെൽഡിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും തീപ്പൊരി വീണതാണോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ തീപിടുത്തത്തിന് കാരണമെന്നത് വ്യക്തമായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് ഈ കട ഉടമ പറയുന്നത്. നിലവിൽ അപകട സാഹചര്യം ഒഴിവായിട്ടുണ്ട്. ഗോപി. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. JEE മെയിൻ പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാമനായി ഹാഫിസ് റഹ്മാൻ. 99.99% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 197-ാം റാങ്കും നേടി ഹാഫിസ്. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കേരളത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 8ഉം നേടിയത് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. രാജ്യത്തെ വിവിധ NIT-കളിലെ പ്രവേശനത്തിനുള്ള JEE മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം. പാലാ ചാവറ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹാഫിസ് റഹ്മാൻ 99.99% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 197-ാം റാങ്കും സ്വന്തമാക്കി. മലപ്പുറം ജില്ലയിൽ ഇല്ലിക്കൂട്ടിൽ വീട്ടിൽ ഡോക്ടർ അബ്ദുൾ റഹ്മാന്റെയും ഷാഹിനിയുടെയും മകനാണ് ഹാഫിസ്. S ഹരികൃഷ്ണൻ, സയാൻ പാഷ NK, അതുൽ PT, ദേവാനന്ദ് P, സിദ്ധാർത്ഥ് K, ഹരികൃഷ്ണൻ S, നെവിൻ CB എന്നിവർ അഖിലേന്ത്യാ റാങ്കിങ്ങിൽ ആദ്യ 1000-നുള്ളിൽ ഇടം നേടി. ഇവരെല്ലാവരും തന്നെ 99-ന് മുകളിൽ പെർസെന്റേജ് സ്കോറും കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മുൻനിരയിലെത്തിയ വിദ്യാർത്ഥികളിൽ 80%-ലധികവും പാലാ ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ പ്രവേശനമുറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. മണിപ്പൂർ കലാപത്തിൽ ഉൾപ്പെടെ കൊടിയ മനുഷ്യാവകാശ ലംഘനമുണ്ട് എന്ന US വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെതിരെ ഇന്ത്യ. റിപ്പോർട്ട് പക്ഷപാതപരമാണെന്നും ഇന്ത്യയെക്കുറിച്ചുള്ള മുൻവിധി പ്രതിഫലിക്കുന്നതാണെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. ഇതോടെ ഇപ്പോൾ കിട്ടിയത് ഇവിടെ പൂർത്തിയാവുകയാണ്.